കോഴിക്കോട് രാഘവേട്ടനും ബദലായി ഇടതുമുന്നണിയുടെ കരീം കാ പ്രചാരണത്തിനെതിരെ മുസ്ലിം ലീഗ്. പേരുമാറ്റത്തിൽ ദുരുദ്ദേശമുണ്ടെന്നും ന്യൂനപക്ഷ വോട്ട് പിടിക്കാൻ പുതിയ പേരിൽ സഖാവ് എളമരം കരീം പ്രത്യക്ഷപ്പെട്ടതാണെന്നും ലീഗ് ജില്ലാ പ്രസിഡന്റ് എം.എ. റസാഖ് പറഞ്ഞു. കാക്ക കുളിച്ചാൽ കൊക്കാവില്ലെന്നായിരുന്നു കോൺഗ്രസിന്റെ പ്രതികരണം. സഖാവ് എളമരം കരീം എന്ന് ആവർത്തിച്ച് പലതവണ പറഞ്ഞുകൊണ്ടേയിരുന്ന എളമരം കരീം ഒരു സുപ്രഭാതത്തിൽ കരീം കായ് എന്ന പേര് വെച്ച് പുറത്തിറങ്ങണമെങ്കിൽ അതിനകത്ത് ദുരുദ്ദേശമുണ്ട്. അപ്പം നിങ്ങൾ കാക്കയായാലും ചേട്ടനായാലും എന്തായിരുന്നാലും കോഴിക്കോടുന്ന് പൊങ്ങില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം ഈ രാജ്യത്തുണ്ടാകും. ഇന്ത്യ മുന്നണിയിലെ കോർഡിനേഷൻ കമ്മിറ്റിയിൽ വരെ അംഗത്വം സ്വീകരിക്കാതെ മാറി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് അസാധ്യമാകുമെന്നതുകൊണ്ട് പുതിയൊരു പേരിൽ പ്രത്യക്ഷപ്പെട്ടതാണ്. പിന്നെ അങ്ങനെയൊന്നും കൂട്ടിയിട്ടൊന്നും കാക്ക കുളിച്ചാലൊന്നും പൊക്കാവില്ല. പേരൊന്ന് മാറ്റിയാൽ ഞാൻ സാഹിബ് എന്ന് വിളിക്കാൻ സാഹിബ് പിടിച്ചിട്ടും കാര്യമില്ല, അബു തന്നെ ആയിരിക്കും. നിസ്കാരത്തയമ്പുള്ള ബാവഹാജിയെ ചന്ദനക്കുറി തൊടാറുള്ള ഡോക്ടർ KG അടിയോടിയെ ബാവഹാജിയും അടിയോടിയും മത്സരിച്ചപ്പോൾ 58,000 വോട്ടിന് വിജയിപ്പിച്ച പാരമ്പര്യമാണ് ഈ നിയോജകമണ്ഡലത്തിൽ ആളുകൾക്കുള്ളത്. അതുകൊണ്ട് ഇക്ക എന്ന അക്ഷരം ചേർത്തുകൊണ്ടുള്ള അത്തരത്തിലുള്ള ഏർപ്പാടൊന്നും വേണ്ട എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജീവ. എന്നാൽ UDF വിമർശനങ്ങളിൽ തളരാതെ കരീം കാ പ്രചാരണം തുടരുകയാണ്. കോഴിക്കോടിനെ നയിക്കാൻ ഇനി ജനകീയ നായകൻ. ലോക്സഭയിലേക്ക് എളമരം കരീം, കോഴിക്കോടിന്റെ കരീം കാ. റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.